അപ്പോൾ വണ്ടി എന്താ പറയുക വീണ്ടും കംപ്ലൈൻ്റ് ആയി. അതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ നമ്മളെ വണ്ടി എന്താ പറയുക വണ്ടി സ്റ്റാർട്ട് ആയി കഴിഞ്ഞിട്ട് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ വണ്ടി ഓഫായി പോകണം. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് മെക്കാനിക്കലൊന്നും ഇല്ല, എല്ലാം ലീവല്ലേ. ഇനിയിപ്പോൾ എങ്ങനെ എന്താവുമെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്സിലേറ്ററിൽ നിന്ന് വണ്ടി കാലെടുത്താൽ വണ്ടി ഓഫായി പോവാണ്. എന്താ അറിയാൻ പാടില്ല. അപ്പോൾ വണ്ടി ഇതാണ് കംപ്ലൈൻറ്റ്, എന്താണെന്നൊരു പിടിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് വണ്ടി ആരും ഇല്ല, മീൻസ് എല്ലാവരും ലീവല്ലേ. അപ്പോൾ എന്താ ആവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കംപ്ലൈൻറ്റ് ചെയ്ത അവസ്ഥ എന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ആക്സിഡൻറ്റിൽ നിന്ന് കാലെടുത്താൽ വണ്ടി ഓഫായി പോകണം. ക്രിസ്മസ് ആയിട്ട് നല്ലൊരു പണി കിട്ടിയാണത്. അപ്പോൾ ഒരു മെക്കാനിക്കൽ കിട്ടിയിട്ടുണ്ട്, പുള്ളി വരാമെന്ന് പറഞ്ഞേക്കണം. ചിലപ്പോൾ കാർബറേറ്ററിന് കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയിട്ടോ. എനിക്ക് തോന്നുന്നു കാർബറേറ്ററിൻ്റെ വല്ല കംപ്ലൈൻ്റ് ആയിരിക്കണം, അതല്ലെങ്കിൽ ഇതിൻ്റെ ഇവിടുത്തെ വല്ല മിസ്റ്റേക്ക് വല്ലതും ആയിരിക്കും. അപ്പം ഞാൻ മെക്കാനിക്കൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണെങ്കിലും വെയിറ്റിംഗ് ആണ് അവിടെ. പുള്ളി വന്നാലാണ് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കാരണം ഇതാണ് വണ്ടിയുടെ കംപ്ലൈൻറ്റ്. നമ്മൾ എന്താ പറയുക, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ വണ്ടി ഓഫായി പോവാണ്. എന്താ സംഭവം എന്നറിയില്ല. ആയിക്കോട്ടോ, വണ്ടി ഓഫാണുണ്ടോ കേട്ടോ, കാലെടുത്തേക്കാണ്. കണ്ടോ, ഇതാണ് വണ്ടിയുടെ കംപ്ലൈൻറ്റ്. ഓക്കെ, ഇപ്പം എന്താണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടിക്ക് ഇങ്ങനെ ഒരു കുറച്ച് മാസമായിട്ട് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് ജസ്റ്റ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വന്ന ടൈമിൽ തിരിച്ചു പോകാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഓരോ മാസം ഓരോ കംപ്ലൈൻ്റ് ആയിരിക്കും വണ്ടിക്ക്. ഇനിയിപ്പോൾ വെയിറ്റിങ്ങിലാണ് പുള്ളി വരാൻ വേണ്ടി. മെക്കാനിക്കൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി വന്നറിയാം എന്താ കംപ്ലൈൻ്റ് എന്ന്. ഓക്കെ, എനിക്ക് തോന്നുന്നു വെച്ചാൽ പെട്രോൾ ഇവിടുന്ന് വരുന്നില്ല. ഞാൻ ഇവിടുന്ന് ഇതൊക്കെ അഴിച്ചു നോക്കിയിട്ട് പെട്രോൾ ഇവിടുന്ന് വരുന്നില്ല. എന്താണെന്നറിയില്ല. ഇത് കണ്ടില്ല, ഇവിടുന്ന് പെട്രോൾ വരുന്നില്ല. ശരിക്കും പറഞ്ഞതിൻ്റെ അകത്തുനിന്നല്ല പെട്രോൾ വരുന്നത്, എനിക്കറിയില്ല. പക്ഷെ ഇത് അയച്ചിട്ടൊന്നും പെട്രോൾ വരുന്നില്ല. വണ്ടി കംപ്ലൈൻ്റായി. ഇപ്പോൾ എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എൻജിൻ റൂം ഒന്ന് കഴിച്ച് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ആക്കണമെന്ന്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ശരിക്കും അടുത്ത മാസം വണ്ടി കംപ്ലീറ്റ് ഒന്ന് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിരുന്നു. പക്ഷേ പെട്ടെന്നൊരു പണി കിട്ടി. ഇനിയിപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലിട്ട് വണ്ടി എടുത്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു രണ്ട് പൈപ്പ് വരുന്നുണ്ടല്ലോ, ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്. എനിക്കൊണ്ട് ഇവിടുന്ന് ഞാൻ അഴിച്ചിട്ട് ഇതുപോലെ ഇവിടെ നിന്ന് പെട്രോൾ വരുന്ന ഇത് കാണുന്നു. സ്റ്റാർട്ടാക്കിയിട്ടും പെട്രോൾ ഇങ്ങനെ വന്നില്ല. എനിക്ക് തോന്നുന്നു അവിടെ വല്ല ബ്ലോക്കോ അങ്ങനെ വല്ല കാര്യം എനിക്ക് കറക്റ്റ് അറിയില്ല. മെക്കാനിക്കലിനെ വിളിച്ചിട്ടുള്ളൂ.
ഇനി പുള്ളി വന്നാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കൂടുതൽ എങ്ങനെയൊക്കെ എന്താ കംപ്ലൈൻ്റ് എന്ന്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ വെയിറ്റിങ്ങിലാണ്. നോക്കട്ടെ പുള്ളി വരും നോക്കാം. ഓടി വന്നൊരു കുഴപ്പമുണ്ടായിരുന്നേ. കറണ്ട് എപ്പോഴും കയറുന്ന അറിയാൻ പറ്റൂലോ. നാളെ ചിലപ്പോ നീ ചിലപ്പോ സ്റ്റാർട്ട് ആയതല്ലേ വണ്ടി സ്റ്റാർട്ടാവും. പക്ഷെ ആക്സിഡന്റ് കാലെടുക്കുമ്പോൾ വണ്ടി ഓഫായി പോവാണ്. ഈ പെട്രോൾ നിങ്ങൾ വന്നില്ലേ അങ്ങനെ നിങ്ങൾ നീ ഉണ്ടായിരുന്നില്ല അവിടെ ഷോപ്പില് ക്രിസ്മസിന്റെ അവധി? ഓക്കെ. അപ്പോൾ നമ്മുടെ വണ്ടി ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തോ കാർബേറിൻ്റെ അവിടെ എന്തോ ഒരു ബട്ടർഫ്ലൈ എന്തോ ഒരു സാധനം ഉണ്ട്. എനിക്ക് മനസ്സിലായ സംഭവം അതെന്തോ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞത്. കാണാൻ പറ്റുന്നു കാണിച്ചിട്ട് അതായിരിക്കണത്. എൻ്റെ പുള്ളി കറക്റ്റ് ഒന്ന് ഓടാൻ വേണ്ടി എന്തോ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ഇപ്പോൾ അത്യാവശ്യം വണ്ടി ഓടും. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മുടെ വണ്ടി ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കംപ്ലൈൻറ്റ് പുള്ളി പറഞ്ഞു വെച്ചാൽ നമ്മുടെ മറ്റേ കാർബേറ്റർ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ സൈഡിലും കണ്ട് ചെറിയൊരു ബട്ടർഫ്ലൈ എന്തോ ഒരു സാധനമുണ്ട് പുള്ളി പറഞ്ഞു. അപ്പോൾ അതങ്ങാണ്ട് നേരത്തെ ഇതിന് മുന്നേ മെക്കാനിക്കൽ എന്തോ കമ്പിയിട്ട് കെട്ടി വെച്ചായിരുന്നു. അപ്പോൾ എന്താ പറയുക, വണ്ടി പെട്ടെന്ന് ഓഫായി പോവുകയാണ്. അപ്പോൾ പുള്ളി എന്തോ പേപ്പറൊക്കെ ഇടയിൽ കയറ്റി വെച്ച് തൽക്കാലം ഒന്ന് ഓടാൻ വേണ്ടി പുള്ളി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് വേറെ ആരും കിട്ടിയില്ല. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു മറ്റേ വർക്ക്ഷോപ്പിൽ പുള്ളി വന്ന് ശരിയാക്കി തന്നത്. അപ്പോൾ പിന്നെ നാളെയോ ഒക്കെ ആയിട്ട് വണ്ടി കൊണ്ടുപോയിട്ട് കാർബറേറ്റർ കംപ്ലീറ്റ് മാറ്റി കളയണം. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആണ് പുള്ളി പറഞ്ഞതിൻ്റെ അടുത്ത്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ പണിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഏത് മാസം അവസാനം ആകുമ്പോൾ ഇതുപോലെ ചെറിയ പണി വണ്ടിക്ക് ഇപ്പോഴും ഉള്ളതാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ വീഡിയോ ഉള്ളൂ. അപ്പോൾ ഇനി ഇതൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച തൊട്ട് നല്ലൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരുന്നത് ഞാൻ. പറഞ്ഞില്ലേ, ഇപ്പോൾ ഇതുപോലെ ചെറിയ വണ്ടി എടുക്കുന്ന ടൈമിൽ കുറച്ച് ചെറിയ മിസ്സിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ വീട് പെരുമ്പോഴുന്ന് കോതങ്കലം വഴി കോതങ്കലത്ത് വന്നേക്കണം. അപ്പോൾ അവിടെ ശരിക്കും എത്തിയപ്പോൾ വണ്ടി പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വണ്ടി പെട്ടെന്ന് ഓഫായി പോകണം. അങ്ങനെ കുറേ കംപ്ലൈൻറ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളിനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഷോർട്ട് ബ്രേക്ക്.